18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ ഒരു ടീനേജർക്ക് സ്വന്തമായി വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പലരും പറയും അത് വലിയ പണക്കാരുടെ മക്കൾക്കാണ്. പഠനം കഴിഞ്ഞിട്ട് ജോലി കിട്ടിയാൽ മാത്രം പണം സമ്പാദിക്കാൻ പറ്റൂ. പക്ഷേ സത്യം അതല്ല. ഇന്ന് ഒരു മൊബൈൽ ഫോണും ഒരു സ്കില്ലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കാൻ തുടങ്ങാം. പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് ഒരു രാത്രി കൊണ്ട് കോടീശ്വരനാകാനുള്ള വഴികളല്ല. യഥാർത്ഥത്തിൽ ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ടീനേജേഴ്സ് ഉപയോഗിക്കുന്ന 8 മാർഗങ്ങളാണ്. ഒന്നാമത്, യൂട്യൂബ്. ഇന്ന് ഒരു മൊബൈൽ ഫോൺ മാത്രം മതി. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം മറ്റുള്ളവരെ പഠിപ്പിക്കാം. ഗെയിമിംഗ്, സ്റ്റഡി ടിപ്സ്, ഫൈനാൻസ്, AI, ഡ്രോയിങ്, കുക്കിംഗ്, ഏത് വിഷയവും മതി. ആദ്യം വരുമാനം കുറവായിരിക്കാം. പക്ഷേ സ്ഥിരമായി കണ്ടന്റ് ചെയ്താൽ ആഡ്സ്, സ്പോൺസർഷിപ്സ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് തുടങ്ങി പല വഴികളിലൂടെ വരുമാനം ലഭിക്കും. രണ്ടാമത്, ഫ്രീലാൻസിംഗ്. നിങ്ങൾക്ക് തംബ്നെയിൽ ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ്, ലോഗോ ഡിസൈൻ, കോണ്ടന്റ് റൈറ്റിംഗ്, ട്രാൻസ്ലേഷൻ, വോയിസ് ഓവർ, ഇതിൽ ഏതെങ്കിലും ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് സേവനമായി നൽകാം. ഇന്ന് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകൾക്കും ഓൺലൈനായി ജോലി ചെയ്യാൻ കഴിയും. മൂന്നാമത്, AI സ്കിൽസ്. AI പഠിക്കുന്നവർക്ക് ഇപ്പോൾ വലിയ അവസരങ്ങളുണ്ട്. ചാറ്റ് GPT, ക്യാൻവ AI, CapCut AI, ഇമേജ് ജനറേഷൻ, പ്രസന്റേഷൻ ഡിസൈൻ ഇവ ഉപയോഗിച്ച് ചെറിയ ബിസിനസ്സുകൾക്കും കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സേവനം നൽകാം. നാലാമത്, ഡിജിറ്റൽ പ്രോഡക്ട്സ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി പലതവണ വിൽക്കാൻ കഴിയുന്ന പ്രൊഡക്റ്റുകളാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. ഇ-ബുക്സ്, സ്റ്റഡി നോട്ട്സ്, നോഷൻ ടെംപ്ലേറ്റ്സ്, ബഡ്ജറ്റ് പ്ലാനർ, റെസ്യൂമേ ടെംപ്ലേറ്റ്സ് ഇതൊക്കെ നല്ല ഉദാഹരണങ്ങളാണ്. അഞ്ചാമത്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നു. നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് വഴി ആരെങ്കിലും അത് വാങ്ങിയാൽ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കും. സ്വന്തമായി പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടതില്ല. പക്ഷേ വിശ്വാസമില്ലാത്ത പ്രൊഡക്റ്റ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യരുത്. ആറാമത്, പ്രിന്റ് ഓൺ ഡിമാൻഡ്. ടീഷർട്ട്, മഗ്, ഫോൺ കവർ, നോട്ട്ബുക്ക് ഇവയ്ക്ക് ഡിസൈൻ മാത്രം ഉണ്ടാക്കിയാൽ മതി. സ്റ്റോക്ക് വാങ്ങേണ്ട, പാക്കിംഗ് ചെയ്യേണ്ട, ഡെലിവറി ചെയ്യേണ്ട, എല്ലാം പ്ലാറ്റ്ഫോം തന്നെ നോക്കും. ഏഴാമത്, ഓൺലൈൻ ട്യൂട്ടറിംഗ്. നിങ്ങൾക്ക് മാത്സ് നന്നായി അറിയാമോ? ഇംഗ്ലീഷ്, ഡ്രോയിങ്, കോഡിംഗ്, മ്യൂസിക്, അങ്ങനെയെങ്കിൽ ചെറിയ കുട്ടികളെ ഓൺലൈനായോ ഓഫ്ലൈനായോ പഠിപ്പിച്ച് വരുമാനം നേടാം. എട്ടാമത്, പേഴ്സണൽ ബ്രാൻഡ്. ഇതാണ് ഏറ്റവും പവർഫുൾ അസറ്റ്. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡ്ഇൻ ആളുകൾ നിങ്ങളെ വിശ്വസിക്കാൻ തുടങ്ങിയാൽ പിന്നീട് ബ്രാൻഡ് ഡീൽസ്, അഫിലിയേറ്റ് ഇൻകം, സ്വന്തം ബിസിനസ്, ഡിജിറ്റൽ പ്രൊഡക്ട്സ് ഇങ്ങനെ നിരവധി അവസരങ്ങൾ തുറക്കും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഈ 8 വഴികളിലും ഒരു കോമൺ സീക്രട്ട് ഉണ്ട്. ആദ്യം പണത്തിന് പിന്നാലെ പോകരുത്. ആദ്യം ഒരു സ്കിൽ ഉണ്ടാക്കൂ. കാരണം സ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ നൽകാൻ കഴിയും. വാല്യൂ നൽകിയാൽ ആളുകൾ നിങ്ങളെ വിശ്വസിക്കും. വിശ്വാസം നേടിയാൽ പണം പതിയെ വരാൻ തുടങ്ങും. ഇവിടെ വാറൻ ബഫറ്റ് പറഞ്ഞ ഒരു പ്രശസ്തമായ വാക്ക് ഓർമ്മ വരുന്നു. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് യു ക്യാൻ മേക്ക് ഇസ് ഇൻ യുവർ സെൽഫ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച നിക്ഷേപം നിങ്ങളിൽ തന്നെ നടത്തുന്ന നിക്ഷേപമാണ്. ഒരു പുതിയ സ്കിൽ പഠിക്കൂ, സ്വയം മെച്ചപ്പെടുത്തൂ. കാരണം പണം നഷ്ടപ്പെട്ടാൽ വീണ്ടും സമ്പാദിക്കാം. നിങ്ങൾ നേടിയ അറിവും കഴിവും ആർക്കും നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല. ടീനേജ് എന്നത് സമയം കളയാനുള്ള പ്രായമല്ല, ഭാവി നിർമ്മിക്കാനുള്ള പ്രായമാണ്. ഇന്ന് നിങ്ങൾ പഠിക്കുന്ന ഒരു സ്കിൽ 5 വർഷത്തിന് ശേഷം നിങ്ങളുടെ പ്രധാന വരുമാന മാർഗമാകാൻ പോലും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 8 വഴികളിൽ നിങ്ങൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് ഏതാണ്? കമൻറ്റിൽ പറയൂ. ഇത്തരത്തിലുള്ള മണി, ഫൈനാൻസ്, ഇൻവെസ്റ്റിംഗ്, കരിയർ എന്നിവയെക്കുറിച്ചുള്ള വീഡിയോകൾക്കായി വെൽത്തിഫൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.